കഴിഞ്ഞ രണ്ടാഴ്ചയായി നാം ചർച്ച ചെയ്തത് ഇസ്ലാമിക് സ്പെയിനിന്റെ ചരിത്രമാണ്. ഇസ്ലാമിക് സ്പെയിൻ കീഴടക്കിയ താരിഖ് ബിൻ സിയാദിന്റെയും ഉമവിയ ഖിലാഫത്ത് സ്ഥാപിച്ച അബ്ദുറഹ്മാൻ ദാഖിലിന്റെ ഒക്കെ ചരിത്രം നാം ചെറിയ രീതിയിൽ കഴിഞ്ഞ 2 വീഡിയോയിലൂടെ ചർച്ച ചെയ്തു. ഈ ആഴ്ച മുതൽ നാം ആരംഭിക്കുന്നത് പ്രവാചക ചരിത്രമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ 2 മക്കൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമും. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ പരമ്പരയിലാണ് ബനു ഇസ്രായേലിലേക്ക് വന്ന മുഴുവൻ പ്രവാചകരും, ഈസാ നബി അലൈഹി ഇസ്ലാം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും വന്നത് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ പരമ്പരയിലാണ്. എന്നാൽ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പരമ്പരയിൽ ഒരേ ഒരു പ്രവാചകനാണ് വന്നത്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് ശേഷം സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയുന്ന ചരിത്രമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തെ ഓർക്കാത്ത ഒരു ദിനം പോലും ഒരു മുസ്ലിമിനും ഉണ്ടാവില്ല. എന്തുകൊണ്ട്? എല്ലാ ദിവസത്തെ നമസ്കാരങ്ങളിലും 5 നേരത്തെ നമസ്കാരങ്ങളിലും നാം ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തെ ഓർക്കുന്നു. ബലിപെരുന്നാൾ വരുമ്പോൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ ഓർക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകൾ വിശുദ്ധ കഅബയിലും മിനയിലും മുസ്ദലിഫയിലും അറഫയിലും ഒക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും കുടുംബത്തെയും ഓർക്കുന്നതാണ്. സഫ മർവ കുന്നുകൾക്കിടയിൽ സഈ ചെയ്യുമ്പോൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം എന്ന ആ കുഞ്ഞു കൊച്ചിനെ, ആ കുട്ടിയെ, ഹാജറ ബീവിയെ ഓർക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ നമുക്കെപ്പോഴും നാം ഓർക്കുന്ന, നാം മനസ്സിൽ വല്ലാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കുടുംബം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബം. ഹാജറ ബീവി സാറാ ബീവിക്ക് ക്രൂരനായ ഒരു രാജാവ് സമ്മാനമായി നൽകിയതാണ് ഈജിപ്ത് യാത്രയിൽ. നമുക്കറിയാം, ആ ചരിത്രമാണ് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹാജറ ബീവിയിലുണ്ടായ പൊന്നുമോൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം. നമുക്ക് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്ര വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കറിയാവുന്നവരിലേക്ക് എത്തിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സാധിക്കുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ വീഡിയോയിലേക്ക് കടക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ 2 പുത്രന്മാരിൽ ഒരാളാണ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം. അവരിൽ നിന്ന് ഉത്ഭവിച്ച് സഹസ്രാബ്ദങ്ങളിലൂടെ ഒഴുകി വന്ന മനുഷ്യവർഗത്തിന്റെ 2 കൈവഴികൾ. സന്മാർഗം തേടുന്നവർ ആ കൈവഴികളുടെ ചരിത്രം അറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വ പിതാവ് എന്ന നിലയിലും നമ്മുടെ ആരാധനകളിൽ, വിശിഷ്യ ഹജ്ജിലും ബലിപെരുന്നാളിലും മറ്റും നാം അനുസ്മരിക്കുന്ന വ്യക്തിത്വം എന്ന നിലയിലും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കൽ നമ്മുടെ ബാധ്യതയാണ്. വിജനമായ മക്ക, അവിടെ ഒറ്റക്ക് കഴിഞ്ഞ ഉമ്മയും മകനും, അവരെ നോക്കി നിൽക്കുന്ന സഫയും മർവയും, ഹാജറ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ നിന്ന് സഫാക്കും മർവക്കുമിടയിൽ തെറിച്ചു വീണ വിയർപ്പ് തുള്ളികൾ, മരുഭൂമിയിലെ നീരുറവ സംസം കണ്ടുവന്ന പറവകൾ, ഉമ്മാക്കും മകനും ലഭിച്ച ആദ്യത്തെ കൂട്ടുകാർ, സത്യവിശ്വാസിയുടെ മനസ്സിൽ എന്നും തെളിഞ്ഞു നിൽക്കേണ്ട രംഗങ്ങൾ, മക്കയിലെ മണൽ തരികളെ രോമാഞ്ചം കൊള്ളിച്ച എത്രയെത്ര ചരിത്ര സംഭവങ്ങൾ, മിനായിലേക്ക് പോയ പിതാവും പുത്രനും ഒരു ബലിയുടെ കിടിലം കൊള്ളിക്കുന്ന ഓർമ്മകൾ, മനുഷ്യവർഗം മറക്കാത്ത പേര്, ഓരോ ദിവസവും കഴിയും തോറും കൂടുതൽ ആളുകൾ ഓർക്കുന്ന പേര്, മാഉ സംസം ജലം, അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക്. അതൊഴുകാത്ത ദിവസമില്ല. സംസം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ ഓർമ്മിപ്പിക്കുന്നു. ആകാശവീഥികളിലൂടെ പറന്നകലുന്ന വിമാനങ്ങളിൽ സംസം നിറഞ്ഞ ബോട്ടിലുകൾ കാണും. ആഴക്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകളിലും സംസം കാണും. വിശുദ്ധ മക്കയിൽ നിന്നും പുറത്തേക്ക് ഓടിപ്പോകുന്ന മോട്ടോർ വാഹനങ്ങളിൽ സംസം കാണും. സംസം കുടിക്കുമ്പോൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ ഓർമ്മ വരും. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ മാതാവിനെയും പിതാവിനെയും ഓർക്കും. മാതാവ് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ, പിതാവ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. പെൺകുട്ടി ജനിച്ചാൽ ഹാജറ എന്ന് പേരിടാൻ മാതാപിതാക്കൾക്ക് സന്തോഷമാണ്.
പൊന്നുമോളെ കാണുമ്പോൾ മാതാപിതാക്കൾ ഹാജറ ബീവിയെ ഓർക്കുന്നു, സംസം ഓർക്കുന്നു, ഇസ്മായിൽ എന്ന ചോര പൈതലിനെ ഓർക്കുന്നു. നിത്യജീവിതത്തിൽ ഹാജർ റളിയല്ലാഹു അൻഹയെയും കുടുംബത്തെയും ഓർക്കുന്ന എത്രയെത്ര സന്ദർഭങ്ങൾ. നിസ്കരിക്കുന്നവരുടെ കാര്യം ആശ്ചര്യകരമല്ലേ? അവസാനത്തെ അത്തഹിയാത്ത്, നിസ്കാരം അവസാനിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള കർമ്മമാണത്. അത്തഹിയാത്തിലും സലാമുണ്ട്. നബി തങ്ങളെ വിളിച്ച് സലാം പറയുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നബിയേ അങ്ങേക്ക് സലാം. അത്തഹിയാത്തിൽ നബി തങ്ങൾക്കും കുടുംബത്തിനും ഗുണം തേടുന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും അനുസ്മരിക്കുകയും ചെയ്യുന്നു. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ. സയ്യിദിനാ മുഹമ്മദ് തങ്ങൾക്കും തങ്ങളുടെ കുടുംബത്തിനും അല്ലാഹുവേ നീ ഗുണം ചെയ്യണമേ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും തൻ്റെ കുടുംബത്തിനും ഗുണം ചെയ്തതുപോലെ നബി തങ്ങളെയും കുടുംബത്തെയും അനുസ്മരിക്കുന്നു. ഒപ്പം തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും കുടുംബത്തെയും അനുസ്മരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിൽ ഹാജറ റളിയല്ലാഹു അൻഹ, മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം, സാറ റളിയല്ലാഹു അൻഹ, മകൻ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം തുടങ്ങിയവരൊക്കെ ഉൾപ്പെടുന്നു. ഗുണം തേടുന്നതോടൊപ്പം ബർക്കത്തും അഥവാ അനുഗ്രഹവും ചോദിക്കുന്നു. അതിൻ്റെ വചനം ഇങ്ങനെ: വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ. സയ്യിദിനാ മുഹമ്മദ് നബി തങ്ങൾക്കും കുടുംബത്തിനും നീ ബർക്കത്ത് നൽകണമേ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും കുടുംബത്തിനും ബർക്കത്ത് നൽകിയതുപോലെ. ഒരു നിസ്കാരത്തിൽ 2 തവണ ഇബ്രാഹിം കുടുംബത്തെ അനുസ്മരിച്ചു. ഇങ്ങനെ 5 നേരത്തെ നിസ്കാരത്തിലുമുണ്ട്. നിസ്കാരം എന്ന് കേൾക്കുമ്പോൾ ഇബ്രാഹിമി കുടുംബം ഓർമ്മയിൽ തെളിയുന്നു. കൊല്ലം മുഴുവൻ ഉംറ നിർവഹിക്കുന്നവരുടെ യാത്രയാണ്. റമദാനിൽ അത് വല്ലാതെ വർദ്ധിക്കുന്നു. ഏത് കുഗ്രാമത്തിലും ഉംറക്കാരെ കാണാം. ഉംറ എന്ന് കേൾക്കുമ്പോൾ ഇബ്രാഹിമി കുടുംബം ഓർമ്മയിൽ വരുന്നു. ഉംറയ്ക്ക് പോവാൻ ഒരുങ്ങിയവരെ കാണുമ്പോഴും ഉംറ കഴിഞ്ഞ് എത്തിയവരെയും സമീപിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇബ്രാഹിമി കുടുംബം ഓടിയെത്തുന്നു. നമ്മുടെ നാട്ടിൽ ഹജ്ജ് കാര്യങ്ങൾ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സംസാര വിഷയമാണ്. ഹജ്ജിന് പോവാൻ തീരുമാനിക്കൽ, പണം സ്വരൂപിക്കൽ, അപേക്ഷ പൂരിപ്പിക്കൽ, അപേക്ഷ അയക്കൽ, ആകാംക്ഷ നിറഞ്ഞ കാത്തിരിപ്പ്, പിന്നെ എന്തെല്ലാം കടമ്പകൾ, ഹജ്ജ് ക്ലാസുകൾ, മറ്റ് ഹജ്ജ് പഠന സംവിധാനങ്ങൾ. ഇപ്പറഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം നമ്മുടെ ഓർമ്മയിൽ ഓടിയെത്തുന്നു. ഒപ്പം മാതാപിതാക്കളും. നാട്ടിലെ ബലിപെരുന്നാൾ, ഉദുഹിയത്ത്, കുട്ടികൾ പോലും ഇബ്രാഹിമി കുടുംബത്തെ ഓർമ്മിക്കുന്ന സുദിനമാണത്. അന്നത്തെ ഖുതുബയിലും പെരുന്നാൾ പ്രഭാഷണങ്ങളിലും മറ്റു വിശേഷ പരിപാടികളിലും ഇബ്രാഹിമി കുടുംബം അനുസ്മരിക്കപ്പെടുന്നു. വിശുദ്ധ ഖുർആൻ പാരായണം സദാ നേരവും നടന്നുകൊണ്ടിരിക്കുന്നു. ഇബ്രാഹിമി കുടുംബത്തെ പരാമർശിക്കുന്ന നിരവധി വചനങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. പാരായണം ചെയ്യുന്നവരും കേൾക്കുന്നവരും ആ കുടുംബത്തെ ഓർക്കുന്നു. നമുക്ക് ഒരു ദിവസം പോലും അവരെ മറക്കാനാവില്ല. അവരുടെ പേര് അനുസ്മരിക്കാതെ വയ്യ. കുട്ടിപ്രായത്തിലുള്ള ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം, അതാണ് നമ്മുടെ മനസ്സിൽ തെളിയുന്ന രൂപം. പിതാവിന് പിന്നാലെ നടന്നു പോകുന്ന കുട്ടി, മലഞ്ചെരുവിലേക്കുള്ള യാത്ര. ബലിപെരുന്നാൾ വരുമ്പോൾ മനസ്സിൽ തെളിയുന്നത് സുന്ദരനായ ആ കുട്ടിയുടെ രൂപമാണ്. സംസം കുടിക്കുമ്പോഴോ ഒരു ശിശുവിൻ്റെ രൂപം, മലർന്ന് കിടന്ന് കൈകാലിട്ടടിച്ച് കരയുന്ന കുഞ്ഞിൻ്റെ രൂപം, നല്ല ഓമനയായ കുഞ്ഞ്, ദാഹിച്ചു വലഞ്ഞ് ദൈന്യതയോടെ കരയുന്ന കുഞ്ഞ്. അത് കേട്ടപ്പോൾ സഹിക്കാനാവാതെ പകച്ചു നിന്ന മാതാവ്, മാതൃഹൃദയത്തിൻ്റെ വല്ലാത്ത പിടച്ചിൽ. പിന്നെ ആ കാലുകൾ നിർത്താതെ ചലിക്കുകയായിരുന്നു. സഫാ മലയിലേക്ക്, സഫായിൽ നിന്നും മർവയിലേക്ക് തളർന്ന പാദങ്ങളിൽ നിർത്താതെ ഓടുന്ന ഉമ്മ. ഉമ്മയുടെ പാദങ്ങളിൽ നിന്നും വിയർപ്പ് തുള്ളികൾ മണൽ പരിപ്പിൽ തെറിച്ചു വീണു. ഓടുന്ന ഉമ്മയുടെ രൂപം. ഏതൊരു സത്യവിശ്വാസിയുടെയും മനസ്സിൽ ആ രൂപമുണ്ടാകും. ആ ഉമ്മയുടെയും മകൻ്റെയും ചരിത്രം അതാണ് പറഞ്ഞു തുടങ്ങുന്നത്. അറബ് വംശത്തിൻ്റെ ചരിത്രം, അറബ് ഭാഷയുടെ ചരിത്രം, സഹസ്രാബ്ദങ്ങളിലൂടെ ഒഴുകി വന്ന ചരിത്രമാണത്. അന്ത്യനാൾ വരെയുള്ളവർ അത് അന്വേഷിച്ചറിയും, പഠിക്കും, ഗൗരവത്തോടെ ചർച്ച ചെയ്യും. ഒരു യാത്രയുടെ കഥ പറയാം. ഒരു ചെറിയ യാത്രാസംഘം. അവർ ബാബിലോണിയയിൽ നിന്നും യാത്ര പുറപ്പെടുന്നു. യാത്രാസംഘത്തിൻ്റെ നേതാവ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. സംഘത്തിലുള്ളവർ ഇവരാണ്: ഭാര്യ സാറ റളിയല്ലാഹു അൻഹ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരൻ നാഹൂർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മലക്ക, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരപുത്രൻ ലൂത്ത് നബി അലൈഹി ഇസ്ലാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതാവ് താറഹ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതാവ് താറഹ്
ഏറെ കഴിയും മുമ്പേ മരണപ്പെട്ടു. പിതാവിൻ്റെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കപ്പെട്ടു. പിന്നെയും യാത്ര. ഇത് ഹിജ്റയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഹിജ്റ. അഗ്നി പരീക്ഷണം കഴിഞ്ഞ ശേഷമായിരുന്നു ഹിജ്റ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയെ അള്ളാഹു നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതിന് ശേഷമുള്ള ഹിജ്റ. ഹിജ്റ പോവാൻ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു. അനുഗ്രഹീതമായ നാട്ടിലേക്ക്. പല നിലക്കും അനുഗ്രഹീതമായ നാടാണ് ശ്യാം. ഐശ്വര്യം നിറഞ്ഞ നാട്, ശാന്തമായ ചുറ്റുപാട്, ഭാവിയിൽ അനേകായിരം പ്രവാചകന്മാർ വരേണ്ട നാട്, വേദഗ്രന്ഥങ്ങൾ ഇറങ്ങേണ്ട നാട്, തൗഹീദിൻ്റെ കേന്ദ്രം, തൗഹീദിൻ്റെ ശബ്ദം ഉയരേണ്ട നാട്. ലോകമെങ്ങും തൗഹീദിൻ്റെ പ്രകാശം എത്തുന്നത് ഇവിടെ നിന്നാണ്. അതാണ് ശ്യാം. ശ്യാം രാജ്യത്തെ അള്ളാഹു അനുഗ്രഹീതമാക്കി. ആർക്ക് വേണ്ടി? സകല ലോകർക്കും വേണ്ടി. ലോകർക്ക് വേണ്ടി നാം അനുഗ്രഹങ്ങൾ വർഷിച്ച നാട്ടിലേക്ക് ഇബ്രാഹീമിനെയും ലൂത്തിനെയും നാം രക്ഷപ്പെടുത്തി എന്നാണ് അള്ളാഹുവിൻ്റെ വചനം. വിശുദ്ധ ഖുർആനിൽ 21-ാം അധ്യായത്തിൽ 71-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, അദ്ദേഹത്തെയും ലൂത്തിനെയും ലോകർക്ക് വേണ്ടി നാം അനുഗ്രഹിച്ച നാട്ടിലേക്ക് നാം രക്ഷപ്പെടുത്തി. ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണുന്നു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ലൂത്ത് നബി അലൈഹി ഇസ്ലാം എന്നിവർ ഷാമിലേക്ക് യാത്ര തിരിച്ചു. ആ യാത്രയിലാണ് സാറയെ കണ്ടുമുട്ടിയത്. ഹറാനിലെ രാജാവിൻ്റെ പുത്രിയായിരുന്നു സാറ. തൻ്റെ സമൂഹം ഇസ്ലാം ദീനിനെതിരായിരുന്നു. അവരെല്ലാം അവഗണിച്ചുകൊണ്ട് സാറ അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിച്ചു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സാറയെ വിവാഹം ചെയ്തു. ഇബ്നു ജരീർ തുടങ്ങിയ പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെയാകുന്നു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അമ്മാവനായിരുന്നു ഹാറാൻ. ഹാറാനിൻ്റെ സുന്ദരിയായ പുത്രിയാണ് സാറ. ബാബിലോണിയയിൽ നിന്നും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം യാത്ര പുറപ്പെടുമ്പോൾ തൻ്റെ കൂടെ സാറ ഉണ്ടായിരുന്നുവെന്ന് ചില രേഖകൾ പറയുന്നു. സാറയും ഹിജ്റ പോവുകയായിരുന്നു. ഇടയ്ക്കിടെ വിശ്രമം, പിന്നെയും യാത്ര. ദിവസങ്ങൾ കുറെ കടന്നുപോയി. പൗരാണിക ശ്യാം അനുഗ്രഹങ്ങളുടെ കലവറയാണ്. മതപ്രബോധനത്തിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ശ്യാമിൽ വന്നു. പിന്നീട് അവർ ഈജിപ്തിലേക്കൊരു യാത്ര നടത്തിയിട്ടുണ്ട്. ഈജിപ്തിൽ ക്രൂരനായ ഒരു രാജാവുണ്ടായിരുന്നു. രാജാവിൻ്റെ ദൂതന്മാർ വിദേശത്ത് നിന്ന് വരുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കും. ഈജിപ്തിൽ പ്രവേശിക്കുന്ന സംഘത്തിൽ സുന്ദരികളായ സ്ത്രീകളുണ്ടെങ്കിൽ ഉടനെ രാജാവിന് വിവരമറിയിക്കും. സുന്ദരികളെ രാജാവ് കൊട്ടാരത്തിലേക്ക് വരുത്തും. പിന്നെ അവർ രാജാവ് പറയുന്നതൊക്കെ അനുസരിക്കണം. അതാണ് പതിവ്. ദൂതന്മാർ രാജാവിനെ ഇങ്ങനെ അറിയിച്ചു, ഒരു ചെറു സംഘം എത്തിയിട്ടുണ്ട്. കൂട്ടത്തിൽ അതിസുന്ദരിയായ ഒരു യുവതിയുമുണ്ട്. സംഘത്തെ കാണാൻ കൊട്ടാരത്തിൽ നിന്നും ആളുകളെത്തി. അവർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, ഈ സ്ത്രീ ഏതാണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, എൻ്റെ സഹോദരി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സാറയോട് പറഞ്ഞു, അവരെന്നോട് ചോദിച്ചു, നീ ആരാണ്? ഓ സാറ, ഞാൻ പറഞ്ഞു എൻ്റെ സഹോദരിയാണെന്ന്. ഭൂമുഖത്ത് സത്യവിശ്വാസികളായി ഞാനും നീയും മാത്രമേ ഉള്ളൂ. കൊട്ടാരത്തിൽ നിന്നും കൽപ്പന വന്നു, സ്ത്രീയെ കൊട്ടാരത്തിലേക്ക് അയക്കുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അവിടെ നിർത്തി സാറ പോവുകയാണ് കൊട്ടാരത്തിലേക്ക്. ആഡംബരങ്ങൾ നിറഞ്ഞ കൊട്ടാരം, എന്തെല്ലാം അലങ്കാരങ്ങൾ. അലങ്കരിച്ച മുറിയിൽ സാറ ആനയിക്കപ്പെട്ടു. സാറ വുളു എടുത്തു, നിസ്കരിച്ചു, കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഞാൻ നിന്നിൽ നിന്ന് വിശ്വസിച്ചു, നിന്റെ പ്രവാചകനിലും വിശ്വസിച്ചു. എൻ്റെ ഭർത്താവല്ലാതെ എന്നെ സ്പർശിച്ചിട്ടില്ല. എൻ്റെ പരിശുദ്ധിയെ നീ കാത്തുകൊള്ളണമേ. ഈ ക്രൂരൻ്റെ കരങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ. രാജാവ് നടന്നെടുക്കുകയാണ്. സാറയുടെ വെട്ടിത്തിളങ്ങുന്ന സൗന്ദര്യം ആസ്വദിക്കാൻ, തൻ്റെ കരവലയത്തിൽ ഒതുക്കാൻ പെട്ടെന്ന് അയാൾ അശക്തനായി പോയി. ഒന്നിനും കഴിയാത്തവനായി. എൻ്റെ ശക്തി വീണ്ടു കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ, ഞാനിനി ഉപദ്രവിക്കുകയില്ല. സാറയുടെ മനസ്സലിഞ്ഞു, പ്രാർത്ഥിച്ചു. രാജാവ് ശക്തനായി. മനസ്സിൽ മോഹം നിറഞ്ഞു. സാറാ ബീവിയെ പിടിക്കാൻ ശ്രമിച്ചു, കുഴഞ്ഞുപോയി. ഒന്നുകൂടി പ്രാർത്ഥിക്കൂ, എൻ്റെ ശക്തി തിരിച്ചു കിട്ടാൻ, ഞാനിനി ഉപദ്രവിക്കില്ല. ബീവി പ്രാർത്ഥിച്ചു. ശക്തി തിരിച്ചു കിട്ടിയപ്പോൾ പിന്മാറാൻ തോന്നിയില്ല. വീണ്ടും പിടിക്കാൻ ചെന്നു, കുഴഞ്ഞുപോയി. വീണ്ടും കരയാൻ തുടങ്ങി. നിശ്ചയമായും ഞാനിനി ഉപദ്രവിക്കില്ല. ഒന്നുകൂടി പ്രാർത്ഥിക്കൂ, എന്നെ രക്ഷപ്പെടുത്തൂ. ബീവി വീണ്ടും പ്രാർത്ഥിച്ചു. 3-4 തവണ രാജാവ് സാറാ ബീവിയെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇത് സാധാരണ സ്ത്രീയല്ലെന്ന് ബോധ്യമായി. പിന്നെ അയാൾ വിളിച്ചു പറഞ്ഞു, ശൈത്താൻ, ഇതെല്ലാം ശൈത്താൻ്റെ പണിയാണ്. ഈ സ്ത്രീയെ അവരുടെ ആളുകളുടെ സമീപത്തേക്ക് കൊണ്ടുപോകൂ. ഹാജർ എന്ന അടിമപ്പെണ്ണിനെ അവർക്ക് സമ്മാനമായി നൽകൂ. അങ്ങനെ രാജാവ് ഹാജർ എന്ന അടിമപ്പെണ്ണിനെ സമ്മാനമായി നൽകി. സാറ കൊട്ടാരത്തിലേക്ക് പോയ ഉടനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിസ്കാരം തുടങ്ങി. അല്ലാഹുവേ, ദുഷ്ടനായ രാജാവിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് സാറയെ നീ രക്ഷിക്കണമേ.
കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന. സാറ തിരിച്ചെത്തി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അപ്പോഴും പ്രാർത്ഥനയിലായിരുന്നു. സാറയുടെ മുഖം ശാന്തമായിരുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല. എന്താണ് ഉണ്ടായത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചോദിച്ചു. ദുഷ്ടന്റെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹു എന്നെ രക്ഷിച്ചു. ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, സാറ പോയ ശേഷം ഒരു സംഭവം നടന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും സാറാ ബീവിക്കും ഇടയിലുള്ള മറ അള്ളാഹു നീക്കിക്കളഞ്ഞു. നബിക്ക് സാറയെ കാണാം. കൊട്ടാരത്തിൽ നടക്കുന്നതെല്ലാം കാണാം. ഒരു തടസ്സവുമില്ല. എല്ലാ സംഭവങ്ങൾക്കും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സാക്ഷിയായി. കൽബിൽ വിശുദ്ധി നിറഞ്ഞു. കൺകുളിർമയായി. മനസ്സമാധാനം കിട്ടി. സാറയോടുള്ള സ്നേഹം കൂടുതൽ ശക്തിയായി. എത്ര പരിശുദ്ധയാണ് തൻ്റെ പത്നി! സാറയുടെ ദീനീബോധം, അള്ളാഹുവിലുള്ള അർപ്പണബോധം, ഭർത്താവിനോടുള്ള കളങ്കമില്ലാത്ത സ്നേഹം, സാറ റളിയല്ലാഹു അൻഹയുടെ ജ്വലിക്കുന്ന സൗന്ദര്യം. ആ സൗന്ദര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു: ഹവ്വ റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം ലോകം കണ്ട ഏറ്റവും സൗന്ദര്യവതിയായ വനിതയാണ് സാറ റളിയല്ലാഹു അൻഹ. ഹവ്വ റളിയല്ലാഹു അൻഹ വഫാത്തായ ശേഷം എന്തുമാത്രം സ്ത്രീകൾ ഭൂമുഖത്ത് വന്നുപോയി. സാറ റളിയല്ലാഹു അൻഹയോളം അഴകുള്ള ഒരു സ്ത്രീ അക്കാലം വരെ ഉണ്ടായിട്ടില്ല. ഹാജർ എന്ന പെൺകുട്ടി രാജാവ് നൽകിയ സമ്മാനം. ചരിത്ര വനിതയായി മാറാൻ പോകുന്ന പെൺകുട്ടിയാണത്. അന്ത്യനാൾ വരെ അവരെ അനുസ്മരിക്കപ്പെടും. ചരിത്രത്തിൽ ധാരാളം വനിതകൾ വന്നിട്ടുണ്ട്. അവർ ഓർമ്മിക്കപ്പെടും. ഹാജർ റളിയല്ലാഹു അൻഹ ചരിത്ര വനിത എന്ന വചനത്തിൽ ഒതുങ്ങുന്നവരാണോ? അല്ല. ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെ വിശേഷിപ്പിക്കാൻ ഭാഷയിൽ പറ്റിയ പദങ്ങളുണ്ടോ? മാതൃത്വത്തിൻ്റെ വികാരമോ ആവേശമോ എങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയും? സഫയിൽ നിന്നും മർവയിലേക്ക് ഓടുന്ന ഹാജറ റളിയല്ലാഹു അൻഹയുടെ വിയർപ്പ് ഇപ്പോഴും കൺമുൻപിൽ കാണുന്നില്ലേ? അപ്പോൾ അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന വികാരം നാം എങ്ങനെ വിവരിക്കും? ഉമ്മയാണത്, നമ്മുടെ ഉമ്മ. സമുദ്ര സമാനമായ പുത്രവാത്സല്യം സംസം ജലമായി നമ്മിലേക്ക് ഒഴുകി വരുന്നു. അതങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അന്ത്യനാൾ വരെ. സർവശക്തനായ അള്ളാഹു ചൊരിഞ്ഞു കൊടുത്ത അളവറ്റ അനുഗ്രഹങ്ങൾ, അതിശയം ജനിപ്പിക്കുന്ന അനുഗ്രഹങ്ങൾ. അങ്ങനെയൊരു കാലഘട്ടത്തിലേക്കാണ് നാം ഇനി കടന്നു ചെല്ലുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കുടുംബത്തോടൊപ്പം പോവുകയാണ്. എല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം. പിൽക്കാലത്ത് അറബ് വംശത്തിൻ്റെ ഉമ്മയായി മാറുന്നവരാണ്. അനുഗ്രഹീത വനിതയാണ് ഹാജർ റളിയല്ലാഹു അൻഹ. അവരെ ലഭിച്ചപ്പോൾ ഐശ്വര്യം കണക്കില്ലാതെ ഒഴുകി വരികയായിരുന്നു. ഫലസ്തീനിലേക്ക് പോവാൻ കൽപ്പനയായി. അൽ ഐമൻ എന്ന നാട്ടിലേക്ക് പോവുക എന്നായിരുന്നു കൽപ്പന. ഫലസ്തീനിൽ നിന്നും അറിയപ്പെട്ട സ്ഥലം ബൈത്തുൽ മുഖദ്ദസിന്റെ നാട്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ഒന്നാം ഭാഗം, തുടക്കം ഇവിടെ അവസാനിക്കുകയാണ്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും, എന്നെ കാണുന്ന മുഴുവൻ ആളുകൾക്കും അറിയുന്നതാണ് എന്ന് എനിക്കറിയാം. മറ്റൊരു കാര്യവും കൂടി അറിയാം, ഈ ചരിത്രങ്ങളൊന്നും കൂടുതൽ ആളുകളൊന്നും കാണൂല. വളരെ കുറഞ്ഞ ശതമാനം ആളുകളെ ഇത് കാണുള്ളൂ. പക്ഷെ എത്ര പേര് കാണുന്നു എന്നുള്ളതല്ല, ഒരാളെങ്കിലും കണ്ടാൽ, ആർക്കെങ്കിലുമൊക്കെ ഉപകരിച്ചാൽ. ഈ ചരിത്രങ്ങളൊക്കെ നിരവധി പണ്ഡിതന്മാർ ചർച്ച ചെയ്തതാണ്. എന്നാലും എൻ്റെതായ ഒരു കോൺട്രിബ്യൂഷൻ അത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ചരിത്രങ്ങൾ നാം പഠിക്കുക. നാം പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചരിത്രമാണ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം. തൽക്കാലം നിങ്ങളോട് വിട പറയുകയാണ്. അടുത്ത ആഴ്ച ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം.